നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. സിനിമാ പത്രപ്രവർത്തന രംഗത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും സീനിയറായിരുന്ന, ചുരുങ്ങിയത് ഒരു 60-65 വർഷക്കാലമായി മദ്രാസിലും കോഴിക്കോട്ടുമായി സിനിമാ പത്രപ്രവർത്തനം നടത്തിയിരുന്ന BK ഹംസ യാത്രയായി. ഫിലിംനാഥം എന്ന് പറഞ്ഞൊരു സിനിമ വാരികയുണ്ടായിരുന്നു. അതിൻ്റെ കേരളത്തിലെ മുഴുവൻ പ്രവർത്തനവും BK ഹംസയായിരുന്നു. തിരൂർ വെല്ലൂർ ഖത്തീബ് വീട്ടിൽ BK ഹംസ 80 വയസ്സായി മരിക്കുമ്പോൾ നടൻ ശ്രീനിവാസൻ്റെ അടക്കം, മമ്മൂട്ടിയുടെ അടക്കം നല്ല സുഹൃത്തുക്കളായിരുന്നു ഇവരൊക്കെ. BK ഹംസയുടെ PA ബക്കറുമായിട്ട് നല്ല ബന്ധം BK ഹംസയ്ക്കുണ്ടായിരുന്നു. അദ്ദേഹം പ്രൊഡക്ഷൻ മാനേജരായിരുന്നപ്പോഴും, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയപ്പോഴും, പ്രൊഡ്യൂസറായപ്പോഴും, ഡയറക്ടറായപ്പോഴും ഒക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം വച്ചിട്ടാണ് മണിമുഴക്കം എന്ന് പറഞ്ഞ PA ബക്കറിൻ്റെ സിനിമയിൽ ശ്രീനിവാസന് പ്രധാന വേഷം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിക്കുന്നതുവരെയും ഷീനിച്ചേട്ടനും വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു BK ഹംസ. കേരള കലാമണ്ഡലത്തിൽ നിന്നും ഭരതനാട്യവും മോഹിനിയാട്ടവും പഠിച്ച ആദ്യത്തെ മുസ്ലിം വിദ്യാർത്ഥിനിയാണ് BK ഹംസയുടെ ഭാര്യ കലാമണ്ഡലം ഖദീജ. 2 മക്കൾ, ആൺമക്കൾ, BK സലീം, BK സുനിൽ. അടിയുറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു. മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഞങ്ങൾ തമ്മിൽ വാട്സാപ്പിലൂടെ അടികൂടുമായിരുന്നു. എവിടുന്നെങ്കിലും കിട്ടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞോണ്ടുന്ന ഏതെങ്കിലുമൊക്കെ എടുത്ത് എനിക്കിടും. ഞാനെന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു 50 എണ്ണം കോൺഗ്രസ്സിനെ ഞോണ്ടുന്നത് അങ്ങോട്ടിട്ട് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഉടക്കായിരുന്നു. രാഷ്ട്രീയം പറഞ്ഞു എപ്പോഴും ചിരിച്ചോണ്ടേ സംസാരിക്കും. നമുക്ക് വളരെ പതിയെ സംസാരിക്കും. ഈ വള്ളുവനാടൻ ഭാഷയും പതിയെ സംസാരവും എല്ലാം കൂടെ ആകും പകുതിയെ നമുക്ക് മനസ്സിലാവുള്ളൂ മുസ്ലിം സ്ലാങ്ങിൽ സംസാരിക്കുമ്പോൾ. കൊറോണ കാലത്ത് നനച്ചിരിക്കാതെ ഒരു ദിവസം എന്നെ വിളിച്ചൊരു സഹായം ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. BK ഹംസയെ പോലെ ഒരാൾ അങ്ങനെ വിളിച്ച് സഹായം ചോദിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. പക്ഷേ പുള്ളി പറഞ്ഞു, വല്ലാത്തൊരു അവസ്ഥയാണ്, കൊറോണയല്ലേ. അദ്ദേഹം എന്താണ് എന്നോട് ചോദിച്ചത്, ഞാനത് ചെയ്തു കൊടുത്തു. അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടി നിർമ്മിച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പദയാത്ര എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു നല്ല വേഷമായിരിക്കുമല്ലോ അടൂരിൻ്റെ പടമാകുമ്പോൾ. അദ്ദേഹം അഭിനയിച്ചു. അത് മമ്മൂട്ടിയുടെ ശുപാർശയിലാണോ അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ കണ്ടെത്തിയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുറുക്കാങ്കടി ഇരിക്കുന്ന ഫോട്ടോ അടക്കം എനിക്ക് അയച്ചു തന്നു. ആരും വലിയ വാർത്തയൊന്നും ആക്കിയില്ല എന്ന് തോന്നുന്നു. ഇന്നലെ എങ്ങനെയോ ഫേസ്ബുക്കിലൊരു കുറിപ്പ് കണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. വളരെ സീനിയറായ 80 വയസ്സ് എന്ന് പറയുമ്പോൾ വളരെ സീനിയറായ മനുഷ്യനാണ്. മലയാള സിനിമയിലെ ഒരു കാലത്തെ മുഴുവൻ സിനിമാക്കാരെയും നന്നായി അറിയാവുന്ന മനുഷ്യനായിരുന്നു. വെളുത്ത് മെലിഞ്ഞ് നല്ല വെളുവിളാന്നുള്ള മുണ്ടൊക്കെ കൊടുത്ത് ഗോൾഡ് ഫ്രെയിമുള്ളൊരു കണ്ണടയൊക്കെ വെച്ച് ഒരു കുസൃതി ചിരിയുമായി സെറ്റ് വരുന്നതൊക്കെ വെണ്ടഡാനിൻ്റെ സെറ്റിലൊക്കെ വന്നിരുന്നു. ഹംസയ്ക്ക് ആദരാഞ്ജലികൾ നേരാം. നമസ്കാരം. യാദൃച്ഛ്യമായിട്ടാണ് ഞാൻ BK ഹംസയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ സീനിയർ പത്രപ്രവർത്തകനായ മധു വൈപ്പന എന്ന പത്രപ്രവർത്തകനെ ഞാൻ പരിചയപ്പെടുന്നത്. പഴയകാല നാനയും അദ്ദേഹം തുടങ്ങിയ രംഗവും ഒക്കെ പഴയ പുസ്തകങ്ങൾ വിൽക്കുന്ന തിരുവനന്തപുരത്തെ ചില സ്ഥലങ്ങളിൽ നിന്നും പറയുന്ന വില കൊടുത്ത് വർഷങ്ങളായി വാങ്ങുമായിരുന്നു ഞാൻ. എറണാകുളത്തു നിന്നും അതുപോലെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ പേപ്പറൊക്കെ വിലക്കെടുക്കുന്ന ആക്രിക്കട എന്ന് പറയുമല്ലോ, അങ്ങനെയുള്ള ചില ആക്രിക്കടകളിൽ ചെന്നും ഞാൻ അരിച്ചു പെറുക്കി പഴയകാല പുസ്തകങ്ങളും പഴയകാല വാരികകളും ഒക്കെ വാങ്ങുമായിരുന്നു. കിലോ കണക്ക് തൂക്കി വാങ്ങിക്കുമായിരുന്നു. എത്രയോ പഴയ വാരികകൾ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഇതൊക്കെ വാങ്ങി നിധി പോലെ സൂക്ഷിക്കുമ്പോൾ
നാളെ ഇതൊക്കെ എനിക്ക് ഉപകാരപ്പെടും. സിനിമയിലും സീരിയലിലും ഞാൻ രക്ഷപ്പെടില്ല. തുടക്കം കുറിച്ച സിനിമാ പത്രപ്രവർത്തന മേഖലയിലേക്ക് തന്നെ ഞാൻ ചെന്നെത്തും എന്നൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഞാൻ സിനിമയിൽ ക്ലച്ച് പിടിക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷേ എന്നാലും ഞാൻ എല്ലാ കിട്ടുന്ന സിനിമാ പ്രസിദ്ധീകരണങ്ങൾ മുഴുവൻ നിധി പോലെ വാങ്ങി സൂക്ഷിക്കുമായിരുന്നു. എവിടെ നിന്ന് കിട്ടിയാലും പറയുന്ന വില കൊടുത്ത് വാങ്ങുമായിരുന്നു. ഒരു പാഷൻ പോലെ സിനിമാ പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകങ്ങൾ, പാട്ടുപുസ്തകങ്ങൾ, ഫോട്ടോകൾ ഒക്കെ വാങ്ങി സൂക്ഷിച്ചു. ഒരു 40 കൊല്ലമെങ്കിലും ഈ പണി ഞാൻ തുടർന്നു. ഇതൊന്നും നശിപ്പിക്കാതെ, വിൽക്കാതെ സൂക്ഷിക്കണം. നാളെ യൂട്യൂബ് വരും, ഫേസ്ബുക്ക് വരും, ഇൻസ്റ്റാഗ്രാം വരും എന്നൊന്നും ഞാൻ ചിന്തിക്കില്ലല്ലോ. 10-40 കൊല്ലം മുമ്പ് അങ്ങനെ ചിന്തിക്കാൻ നമ്മളെ കൂടെ കഴിയില്ല. അത്രയും ദീർഘവീക്ഷണമൊന്നും നമുക്കില്ലല്ലോ. എവിടെയും കൊണ്ട് നടക്കാവുന്ന ഫോൺ വരും, അതിൽ ക്യാമറ വരും. ആരെ കണ്ടാലും ചറപറാന്ന് ഫോട്ടോ എടുക്കാം, വീഡിയോ പിടിക്കാം എന്ന് നമ്മൾ ആരെങ്കിലും സ്വപ്നം കണ്ടതാണോ? ഒരിക്കലും അല്ലല്ലോ. കോഡ്ലെസ് ഫോൺ പോലും എനിക്ക് അതിശയമായിരുന്നു. ഞാൻ വീട്ടിൽ ആദ്യമായിട്ട് എനിക്ക് ഗൾഫിൽ നിന്നൊരു സുഹൃത്തൊരു കോഡ്ലെസ് ഫോൺ കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ചുറ്റുമുള്ള ഫോണില്ലാത്തവരുടെ വീട്ടിലേക്ക് ഫോൺ നമ്പർ, എൻ്റെ വീട്ടിലെ നമ്പറാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ ഈ കോഡ്ലെസ് കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്കും കൗതുകം, എനിക്കും കൗതുകമായിരുന്നു. കാരണം അവരെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അവർക്ക് സംസാരിക്കാം. ഇങ്ങനെ പഠിക്കുന്ന പുസ്തകങ്ങളെക്കാൾ സിനിമയെപ്പറ്റി, നാടകങ്ങളെപ്പറ്റിയൊക്കെയുള്ള എന്തും വായിച്ച് ഈ പറയുന്ന വിഷയം ഇങ്ങനെ അല്ലല്ലോ എഴുതേണ്ടത്, ഈ എഴുതിയിരിക്കുന്നത് തെറ്റല്ലേ എന്നൊക്കെയുള്ള ചിന്തകളിൽ നിന്ന് വായനക്കാരുടെ പേജുകളിൽ എഴുതി അങ്ങനെയാണ് ഞാൻ എൻ്റെ സിനിമാ പത്രപ്രവർത്തന രംഗത്തേക്ക് കടക്കുന്നത്. വായനക്കാരുടെ പേജിലാണ് ഞാൻ ആദ്യം എഴുതി തുടങ്ങുന്നത്. മാതൃഭൂമിയുടെ പ്രസിദ്ധീകരണമായ ചിത്രഭൂമിയിൽ വായനക്കാരുടെ പേജിൽ കുറേ കത്തുകൾ വരുമല്ലോ. ആ കത്തുകളിൽ നിന്ന് ഒരെണ്ണം ആഴ്ചതോറും അവർ തിരഞ്ഞെടുക്കും, മാതൃഭൂമി തിരഞ്ഞെടുക്കും. മികച്ച കത്തിന് 50 രൂപ സമ്മാനം നൽകും. പിന്നണി ഗായകൻ പി ജയചന്ദ്രൻ്റെ മുഖചിത്രം അടിച്ചു വന്ന ചിത്രഭൂമിയിൽ മികച്ച കത്തിനുള്ള പ്രതിഫലം എനിക്കായിരുന്നു. മാതൃഭൂമി അയച്ചു തന്ന 50 രൂപയുടെ ചെക്ക് മാറാനായിട്ടാണ് ആദ്യമായി ഞാനൊരു ബാങ്ക് അക്കൗണ്ട് യൂക്കോ ബാങ്കിൽ, ഓവർബ്രിഡ്ജിലുള്ള യൂക്കോ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ തുടങ്ങുന്നത്. പി ദിനേശിൻ്റെയും ശാന്തിവിള ദിനേശിൻ്റെയും ചെക്കുകൾ ഒരു അക്കൗണ്ടിൽ മാറാനാവില്ല എന്ന് യൂക്കോ ബാങ്കിൽ അന്നിരുന്ന മാനേജർ വാശി പിടിച്ചപ്പോൾ അവിടെ നിന്നും അക്കൗണ്ട് ഞാൻ മതിയാക്കിപ്പോയി. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പി ദിനേശ്, ശാന്തിവിള ദിനേശ്, ദിനേശൻ നായർ, ശാന്തിവിള മുതലായ പേരിൽ വരുന്ന ചെക്കുകൾ പോലും എൻ്റെ ഒരു അക്കൗണ്ടിൽ തന്നെ എനിക്ക് മാറാൻ കഴിയും. ഇക്കാലയളവിലാണ് ദേശബന്ധു എന്ന പ്രസിദ്ധീകരണശാല ചിത്രബന്ധു എന്ന സിനിമ വാരിക തുടങ്ങുന്നത്. അതിൽ ഞാൻ ചില ലേഖനങ്ങൾ എഴുതി പോസ്റ്റ് ചെയ്തു. ഒരു നാൾ ചിത്രബന്ധുവിൻ്റെ എഡിറ്ററുടെ ഒരു കത്ത് വന്നു എനിക്ക്. നിങ്ങൾ എഴുതുന്ന ലേഖനങ്ങൾക്ക് ഒരു പ്രത്യേക കാഴ്ചപ്പാട് തോന്നുന്നു, നേരിൽ വന്നാൽ നമുക്ക് സംസാരിക്കാം. കേൾക്കേണ്ട താമസമല്ലേ. സെക്രട്ടേറിയറ്റിന് പുറകിലുള്ള പുന്നൻ റോഡിലെ ഓഫീസിൽ പത്രാധിപരെ നേരിൽ കാണാനായി ഒരു വൈകുന്നേരം ഞാൻ ചെന്നു. ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു വൈകുന്നേരമാണ് ഞാൻ ചെന്നത്. ഔപചാരികതയോ കാത്തിരിപ്പിക്കലോ ഒന്നുമില്ല. കാണാൻ വന്ന ആളിൻ്റെയും എൻ്റെയും പേര് പറഞ്ഞ് ഇരിക്കാൻ തുടങ്ങുമ്പോൾ അകത്ത് പോയ ആൾ വന്ന് പറഞ്ഞു ചെല്ലാൻ. ചെന്നു. ആദ്യമായി ഞാനൊരു പത്രാധിപരെ നേരിൽ കാണുകയാണ്. അതാണ് സാക്ഷാൽ മധുവൈപ്പന. അധികം വെളിച്ചമില്ലാത്ത ഒരു മുറിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ ചുറ്റിനും അലമാരകളിൽ വച്ചിട്ടുണ്ട്. കണ്ടപാടെ ഒരു പുഞ്ചിരിയോടെ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാനിരുന്നു. കുറേ നേരം സംസാരിച്ചു. ഒരു ട്രെയിനിങ്ങിന് വരുന്ന, ട്രെയിനിക്ക് കൊടുക്കുന്ന ക്ലാസ് പോലെ, ആരാധകനെ പോലെ എഴുതാത്തതിന് നല്ല അഭിനന്ദനവും എനിക്കന്ന് മധു സാർ തന്നു.
പോകാനായി എണീക്കുമ്പോൾ ഞാൻ എഴുതിയത് അച്ചടിച്ച് വന്നതടക്കം 10 ചിത്രബന്ധുവിൻ്റെ ലക്കങ്ങൾ എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. തുടർച്ചയായി ചിത്രബന്ധുവിൽ എഴുതാനും പറഞ്ഞു. എഴുതി ചിത്രബന്ധു നിന്നു പോകുന്നത് വരെ. എൻ്റെ പുസ്തകക്കാട്ടിൽ ഒന്ന് തപ്പിയാൽ ഈ ചിത്രബന്ധുക്കൾ കിട്ടാം. അവിടെ തുടങ്ങിയ മധുവൈപ്പന എന്ന നട്ടലുള്ള മനുഷ്യനുമായുള്ള ബന്ധം അദ്ദേഹത്തിന് മറവി രോഗം ബാധിച്ച് അദ്ദേഹം മരിക്കുന്നതിനും 1 വർഷം മുമ്പ് വരെ അണമുറിയാതെ തുടർന്നു. അവസാനം അദ്ദേഹത്തെ ശാന്തി കവാടത്തിലെ ഇലക്ട്രിക് ചൂള ആർത്തിയോടെ കൈപ്പിടിയിൽ ആക്കുന്നിടത്തും ഞാൻ പോയിരുന്നു. അമേരിക്കയിൽ നിന്നും വന്ന ഏക മകൻ ദീപകിനെ ശാന്തി കവാടത്തിൽ വച്ച് കണ്ട് പിരിഞ്ഞു. നാളെ വരുന്ന സ്റ്റോറിയുടെ പരസ്യവാചകം ഞാൻ മധുസാറിൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. എന്നെ അവർ തെറ്റിദ്ധരിച്ചു. മധുസാറിൻ്റെ ഭാര്യ പ്രമീള ചേച്ചി സിന്ധുവിനെ വിളിച്ച് എന്നെ കുറ്റപ്പെടുത്തി ഒരുപാട് സംസാരിച്ചിടത്ത് ഒന്നും അറിയാതെ ജീവിച്ച് കിടക്കുന്ന മധുസാറുമായുള്ള ബന്ധം 1 വർഷത്തോളം ഞാൻ അവസാനിപ്പിച്ചു. കാരണം കഥ അറിയാതെ ആട്ടം കാണുന്നത് പോലെ ഞാൻ അയച്ചു കൊടുത്ത നാളെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ കാർഡ് കണ്ടിട്ട് എന്നെ അവർ തെറ്റിദ്ധരിച്ചു. പക്ഷേ പ്രമീള ചേച്ചിയുടെ സഹോദരൻ എന്നെ വിളിച്ച് ആ എപ്പിസോഡിനെ അഭിനന്ദിക്കുകയും സഹോദരിക്ക് തെറ്റുപറ്റിയതാണെന്ന് പറയുകയും ചെയ്തിട്ടും എന്നെ മനസ്സിലാക്കാത്തവരുമായി ചങ്ങാത്തം വേണ്ട എന്ന് തീരുമാനിച്ചതിനാൽ മധുവൈപ്പന എന്ന ഇച്ഛാശക്തിയുള്ള മനുഷ്യൻ്റെ അവസാന ദിനങ്ങൾ ഞാൻ കണ്ടില്ല. 1 വർഷത്തോളം ഞാൻ പിന്നെ ആ വീട്ടിൽ പോയിട്ടില്ല. ആര് എന്തൊക്കെ കുറ്റവും കുറവും പറഞ്ഞാലും, നിഷ്കരണം മധുവൈപ്പനയെ തള്ളിക്കളഞ്ഞാലും, നട്ടലുള്ളൊരു സിനിമാ പത്രപ്രവർത്തകനെ പരിചയത്തിൽ പറയാൻ പറഞ്ഞാൽ അത് മലയാളത്തിൽ ഒരാളേ ഉള്ളൂ, അത് മധുവൈപ്പന തന്നെയാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ കുറ്റം അദ്ദേഹത്തെ പറഞ്ഞാലും. മംഗളം സിനിമ വാരിയെ തുടങ്ങി. അത് അവസാനിപ്പിക്കും വരെ ലാഭമുണ്ടാക്കിയ കൊടുക്കുകയും എഴുത്തുകാരന് കൃത്യമായി പ്രതിഫലം വാങ്ങിക്കൊടുത്ത ഒരൊറ്റ എഡിറ്ററെ സിനിമ മംഗളത്തിലുണ്ടായിരുന്നുള്ളൂ, അതും മധുവൈപ്പന തന്നെ. അദ്ദേഹം ഇരുന്ന കാലത്ത് കൃത്യമായി എൻ്റെ പൈസ ഞായറാഴ്ച തോറും ചെക്കായി കിട്ടുമായിരുന്നു. 15 വർഷക്കാലം സിനിമാ മംഗളത്തിൽ ജോലി ചെയ്തതിൻ്റെ ആനുകൂല്യം പോലും കിട്ടാതെ പോയിട്ടും അദ്ദേഹം നിസ്സംഗനായി ചിരിച്ചതേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്നുള്ള അർത്ഥത്തിൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യ അസിസ്റ്റൻ്റ് ലേബർ കമ്മീഷണർ ആയിരുന്നിട്ട് പോലും കേസിനോ പരാതിക്കോ വൈപ്പന സാർ പോയിട്ടേയില്ല. അവസാനം മംഗളം സിനിമാ മംഗളമൊക്കെ എന്തായി എന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്ക്. എല്ലാം ബാങ്കുകാർ കൊണ്ടുപോയി. ഇപ്പോൾ മധുവൈപ്പനെ പറ്റി പിന്നെയും ഓർത്തത് എന്തിനെന്നാവും ന്യായമായ നിങ്ങളുടെ സംശയം. അദ്ദേഹം എഴുതിയതെല്ലാം കൈവശമുള്ള ഒരാളെ ഈ ഭൂമുഖത്തുള്ളൂ, അത് ശാന്തിവിള ദിനേശാണ് എന്ന് അഭിമാനത്തോടെ എനിക്കെവിടെയും പറയാം. നക്സൽ ബാരി കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് കൽക്കട്ടയിൽ പരമ്പരകൾ എഴുതിയത് ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് പോലും ഇപ്പോൾ എൻ്റെ കൈവശമാണുള്ളത്. മലയാളത്തിൽ മധുവൈപ്പന എന്ന് ഒപ്പിടുന്ന എത്രയോ കത്തുകൾ പോലും എൻ്റെ കൈവശമുണ്ട്. സിനിമാ മംഗളത്തിൽ താൻ ഇടം കൊടുത്ത മനുഷ്യർ തനിക്ക് പാര പണിഞ്ഞത്, ആ പാര പണിത് ആ കസേര സ്വന്തമാക്കുമ്പോൾ എന്നോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ദിനേശ് സിനിമാ മംഗളത്തിൽ എഴുത്ത് തുടരുമെന്നും ഞാൻ നിർബന്ധപൂർവം വളർത്തിക്കൊണ്ടുവന്നവർ എന്നോടൊപ്പം പുറത്തു വരുമെന്നും ആ പാവം മനുഷ്യൻ വിശ്വസിച്ചു. പക്ഷേ സിനിമാ മംഗളത്തിൽ എഴുതിക്കൊണ്ടിരുന്നവരിൽ നിന്ന് പുറത്തു വന്നത് ഒരു ദിനേശ് മാത്രമായി. ആ സ്നേഹം മരിക്കും വരെ എന്നോട് അദ്ദേഹം പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ അദ്ദേഹം എനിക്ക് തന്നവ ഞാനെടുത്ത് മറച്ചു നോക്കും. സിനിമാ രംഗവുമായി അദ്ദേഹത്തിനെ ബന്ധിപ്പിക്കുന്ന ആൽബം പോലും എൻ്റെ കൈവശമാണ് ഉള്ളത്.
നമ്മുടെ ചാനലിൽ നിന്നും അത്തരം ഫോട്ടോകൾ ചുരണ്ടാം എന്നല്ലാതെ ഒറിജിനൽ ഫോട്ടോകൾ അത്രയും എൻ്റെ കൈവശമാണ് ഇപ്പോഴും സുരക്ഷിതം. അങ്ങനെ ചുമ്മാ പുസ്തകങ്ങൾ മറിച്ചു പോകുമ്പോൾ ഓരോ ചാപ്റ്ററിലും അദ്ദേഹത്തിൻ്റെ കുരൂര കുറിച്ചിരിക്കുന്നത് വായിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഇതൊക്കെ എഴുതിയ മധുസാറിൻ്റെ വലത്തെ കൈപ്പത്തി മുഴുവൻ പതിഞ്ഞ ഈ കടലാസുകളെ പറ്റിയാണ്. ആ പുസ്തകം സൂക്ഷിക്കുന്ന കസ്റ്റോഡിയനാകാൻ എനിക്ക് ലഭിച്ച ഭാഗ്യത്തെപ്പറ്റിയാണ് ഞാനപ്പോൾ ചിന്തിക്കാറ്. ഇത്തവണ ഞാൻ അതിൽ നിന്നും പറയുന്നത് നമ്മുടെ ഗാനഗന്ധർവനെ പറ്റിയാണ്. സിനിമയ്ക്ക് പാട്ട് വേണോ വേണ്ടയോ എന്നത് സിനിമ ഉണ്ടായ കാലം മുതൽ തുടങ്ങിയതാണ് ചർച്ച. 7 കലകളുടെ സമ്മേളനമാണല്ലോ സിനിമ. അതിൽ ഫലപ്രദമായി ഒരു പാട്ട് ഉപയോഗിച്ചാൽ ആ സിനിമയ്ക്ക് ഗുണകരമല്ലാതെ ദോഷം വരാനിടയില്ല. എന്നാൽ പഴയകാല സിനിമകളിൽ ഒരു സെൻറ്റിമെൻ്റൽ സീൻ, ഒരു കോമഡി സീൻ, ഒരു ഫൈറ്റ് സീൻ, പിന്നെ ഒരു പാട്ട് എന്ന ശൈലി ആയിരുന്നല്ലോ പഴയകാല സിനിമകളിൽ. സഹിക്കാൻ പറ്റാത്ത തട്ടിക്കൂട്ട് പാട്ട് വരുമ്പോൾ പ്രേക്ഷകർ ഒന്നുകിൽ മൂത്രം ഒഴിക്കാനായിട്ട് പുറത്തു പോകും, ഇല്ലെങ്കിൽ കപ്പലിൻ്റെ വാങ്ങാനായി പുറത്തു പോകുന്ന കാലമുണ്ടായിരുന്നു. സിനിമയിൽ പാട്ടിൻ്റെ ആവശ്യകതയില്ല എന്ന പക്ഷക്കാരനായിരുന്നു മധുവൈപ്പന. ഓളവും തീരവും പോലുള്ള നല്ല സിനിമകളിൽ നല്ല പാട്ടുകൾ വന്നതിനെ വൈപ്പന എതിർക്കുന്നില്ല. പക്ഷേ സ്വയംവരത്തിലൊന്നും പാട്ടില്ലായിരുന്നതിനെ പറ്റി പുകഴ്ത്തുകയും ചെയ്യും അദ്ദേഹം. അതിനാൽ തന്നെ സിനിമയിൽ ആവശ്യ ഘടകമല്ലാത്ത പാട്ട് പാടുന്ന ഗായകരെ, പ്രത്യേകിച്ച് യേശുദാസിനോട് ഒരിക്കലും വൈപ്പന സമരസപ്പെട്ടിരുന്നില്ല. യേശുദാസും സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള എന്നല്ല, നല്ല വിശ്വാസമുള്ള ആളായിരുന്നതിനാൽ വൈപ്പനയെ വകവെച്ച് കൊടുക്കാനും യേശുദാസും തയ്യാറായിരുന്നില്ല. യേശുദാസിനെ പറ്റിയുള്ള മധുവൈപ്പനയുടെ കാഴ്ചപ്പാടുകൾ, നിരീക്ഷണങ്ങൾ, അവർ തമ്മിലുള്ള വർത്തമാനങ്ങൾ എല്ലാം രസകരമായ കഥകളാണ് താനും. 46 വർഷം മുമ്പ് 1979 നടന്ന രസകരമായ യേശുദാസ് മധുവൈപ്പന കൊടുക്കൽ വാങ്ങൽ കഥ ആദ്യം പറയാം. ഒരു പുതിയ ഗാനം എഴുതുമ്പോൾ അതാര് പാടണമെന്ന് കൂടി അതിൽ ഈശ്വരൻ കുറിച്ചിട്ടുണ്ടാകുമെന്ന് യേശുദാസ് ഉദാഹരണ സഹിതം പലവട്ടം നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണല്ലോ എന്ന് വിശ്വസിക്കാൻ തയ്യാറാവുന്ന കുറേ ആരാധകരും അദ്ദേഹത്തിനുണ്ട്. 1979 ഒരു ദിവസം അതിരാവിലെ യേശുദാസിനെ വീണ്ടും കാണുകയാണ് മധുവൈപ്പന. യേശുദാസിൻ്റെ ഭാര്യ പ്രഭയുടെ തിരുവനന്തപുരത്തെ ജഗതിയിലുള്ള വീട്ടിൽ വെച്ചാണ് കൂടിക്കാഴ്ച. വൈപ്പനയോടൊപ്പം യേശുദാസിനെ അന്തം വിട്ട് ആരാധിക്കുന്ന ഒരു പത്രപ്രവർത്തകനും പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫറും കൂടെയുണ്ട്. യേശുദാസ് വെള്ളമുണ്ടും വെള്ള ജുബ്ബായും ധരിച്ച് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ ചെന്നപ്പോൾ. തുടക്കത്തിൽ സന്തോഷവാനായിരുന്ന അദ്ദേഹത്തിൻ്റെ കുറേ ചിത്രങ്ങൾ ചെന്ന പാടെ തന്നെ ചെടികൾക്കിടയിലെല്ലാം പിടിച്ചു നിർത്തി ഫോട്ടോഗ്രാഫർ ക്ലിക്ക് 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 എന്ന് പറഞ്ഞ് അങ്ങ് എടുത്തു. കൂടെ വന്ന ആരാധകനായ പത്രക്കാരനോട് യേശുദാസുമായി സംസാരിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചിട്ട് ഇരുവരും സംസാരിക്കുന്നത് കേട്ട് അല്പം മാറിയിരുന്നു വൈപ്പന. പലതും പറഞ്ഞു വന്ന കൂട്ടത്തിൽ തൻ്റെ കഴിവ് ദൈവം തന്നതാണെന്നും മറ്റാരോടും യാതൊരു കടപ്പാടും ഇല്ല എന്ന് യേശുദാസ് അറുത്തുമുറിച്ച് പറഞ്ഞു. ആദ്യം ചാൻസ് നൽകിയ എം പി ശ്രീനിവാസൻ, MS ബാബുരാജ്, G ദേവരാജൻ, ദക്ഷിണാമൂർത്തി മുതലായ സംഗീത സംവിധായകർക്കും വയലാർ, P ഭാസ്കരൻ, ONV മുതലായ ഗാന രചയിതാക്കൾക്കും അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ പങ്കില്ലേ എന്ന് മധുവൈപ്പന ചോദിച്ചപ്പോൾ അവർക്കൊക്കെ തന്നെ ആവശ്യമായതുകൊണ്ട് തൻ്റെ അടുത്ത് വന്നതാണെന്നും അത് തനിക്ക് കഴിവുള്ളത് കൊണ്ടാണെന്നുമായിരുന്നു യേശുദാസിൻ്റെ മറുപടി. അത്രയും കേട്ടിരുന്ന വൈപ്പന
ഒരു കുസൃതി ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. ദൈവികമായ കഴിവുപയോഗിച്ച് പരിപ്പ് വട പക്കവട എന്നൊക്കെയുള്ള പാട്ടുകൾ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബിസിനസ്സാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇടയ്ക്കിടെ ഇത്തരം പാട്ടുകളും പാടേണ്ടി വരും. അപ്പോൾ ഇതൊരു ബിസിനസ്സാണെന്ന് സമ്മതിക്കുന്നു അല്ലേ? അദ്ദേഹം അതെ എന്ന് സമ്മതിച്ചു. പിരിയാ നേരം വൈപ്പന ചോദിച്ചു, ഇപ്പോൾ ഇവിടെ നമ്മൾ സംസാരിച്ച് ഇതൊക്കെ എഴുതാമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. എഴുതാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ പറഞ്ഞത് എന്നായി യേശുദാസ്. അങ്ങനെ രണ്ട് തരം പറച്ചിലുണ്ടോ? എഴുതാൻ വേണ്ടി ഒന്ന്, എഴുതാതിരിക്കാൻ വേണ്ടി മറ്റൊന്ന്. എന്തായാലും ഞാനിതൊക്കെ എഴുതും, നിങ്ങൾ പറഞ്ഞത് മാത്രം. അത് അച്ചടിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണിക്കണം എന്നായി യേശുദാസ്. അങ്ങനെ ഒരു പതിവില്ല. എന്നാൽ ഞാൻ കേസ് കൊടുക്കും. നിങ്ങൾ പറഞ്ഞത് മാത്രമേ എഴുതുകയുള്ളൂ. കേസ് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. സന്തോഷത്തോടെ ആയിരുന്നില്ല അന്നത്തെ വിടവാങ്ങൽ. ആ അഭിമുഖം അങ്ങനെ തന്നെ ഞാനിൽ അടിച്ചു വന്നു. പാൽപ്പായസത്തിന് നല്ല സ്വാദുണ്ട് എന്ന് വച്ച് ജീവിതകാലം മുഴുവൻ 4 നേരവും പാൽപ്പായസം തന്നെ കുടിക്കാൻ പറ്റുമോ? അടപ്രഥമൻ, കടൽപ്രഥമൻ, പയർപ്രഥമൻ, സേമിയ പായസം മുതലായവയ്ക്കും നല്ല സ്വാദില്ലേ? മറ്റ് കറികൾക്കും മറ്റ് പലഹാരങ്ങൾക്കും അതിൻ്റേതായ രുചിയില്ലേ? അതൊക്കെ നമുക്ക് അപ്രാപ്യമാകുന്നില്ലല്ലോ. ഇതാണ് മധുവയ്പ്പനയുടെ കാഴ്ചപ്പാട്. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടി എന്ന് വെച്ചിട്ട് എല്ലാ സിനിമകളിലും അദ്ദേഹം തന്നെ നായകനായി അഭിനയിച്ചാൽ മതിയോ? MT നല്ല നോവലിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹം മാത്രം നോവൽ എഴുതിയാൽ മതിയോ? കലയെന്ന പൂന്തോട്ടത്തിൽ പല നിറവും പല വാസനയുമുള്ള പൂക്കൾ വിടരണം. അവിടെ പുതിയ കലാകാരന്മാർ കടന്നു വരണം. 100 പൂക്കൾ വിരിയുക തന്നെ വേണം. ഇങ്ങനെ പറഞ്ഞാണ് വൈപ്പന ആ അഭിമുഖം ഞാനിൽ അവസാനിപ്പിച്ചത്. നല്ല സിനിമയിൽ പാട്ട് വേണ്ട എന്ന് പത്രപ്രവർത്തകനായപ്പോൾ നല്ല നല്ല സിനിമകൾ കണ്ടപ്പോൾ വൈപ്പനയ്ക്ക് തോന്നിയതാണ്. ബുദ്ധിയുറയ്ക്കാത്ത സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ ഒട്ടുമിക്കാലും മലയാള സിനിമകളും അത്ഭുതങ്ങൾ നിറഞ്ഞ തമിഴ് സിനിമകളും കണ്ട് ആർത്ത് ചിരിക്കുകയും കരയുകയും റൊമാൻറ്റിക് ഭാവങ്ങൾ ഉറഞ്ഞുകൂടി കോളേജ് ജീവിതകാലത്ത് നൃത്തസംഗീത പ്രധാനങ്ങളായ ഹിന്ദി കളർ ചിത്രങ്ങൾ കണ്ട് ജീവിതം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ന് സ്വപ്നം കാണുകയും ചെയ്തിരുന്നുവെന്ന് തുറന്നു പറയുന്ന ആളാണ് വൈപ്പന. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഇന്ത്യൻ സിനിമയിലെ അവിഭാജ്യ ഘടകങ്ങളായ ഗാനങ്ങളെയും അവയിലെ ഗായകരെയും വൈപ്പനയ്ക്ക് ഇഷ്ടമായിരുന്നു. മുഹമ്മദ് റാഫിയെയും ലതാ മങ്കേഷ്കറേയും ആരാധനയോടെയാണ് മധുവയ്പ്പന കണ്ടിരുന്നതെന്നും പരസ്യമായി അദ്ദേഹം സമ്മതിക്കുന്നു. മുഹമ്മദ് റാഫി പാലാ സെൻറ്റ് തോമസ് കോളേജിൽ വന്ന് പാടുന്നത് കേട്ടപ്പോൾ സ്വർഗം കിട്ടിയ പ്രതീതിയായിരുന്നു വൈപ്പനയ്ക്ക്. പാലായിലെ വീടിനടുത്ത കാവിൽ പോയി കമുകറ പുരുഷോത്തമൻ്റെ ഗാനമേളയും അകലെയുള്ള ഏറ്റുമാനൂർ അമ്പലത്തിലെ ആറാട്ടിന് പോയി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെയും ബാലമുരളീകൃഷ്ണനുടെയും ശാസ്ത്രീയ സംഗീത കച്ചേരികളും കേട്ട് ആനന്ദത്തിൽ ആറാടിയ പശ്ചാത്തലത്തിലേക്കാണ് യേശുദാസിൻ്റെ വരവ്. ഭാർഗവി നിലയത്തിൽ MS ബാബുരാജിൻ്റെ സംഗീതത്തിൽ ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ പാട്ട് യേശുദാസ് പാടിയ താമസമെന്തേ വരുവാൻ എന്ന ഗാനം മനസ്സിൽ തേന്മഴ പെയ്യിച്ചു എന്ന് വൈപ്പന തുറന്നു പറയുന്നു. അത്രയും മനോഹരമായി യേശുദാസ് പാടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന എന്ന ചിത്രത്തിലെ വയലാർ എഴുതി ദേവരാജൻ ഈണമിട്ട കറുത്ത പെണ്ണെ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു പൊന്നു തരാം പുടവ തരാം ഒരുങ്ങു പെണ്ണെ നീ ഒരുങ്ങു പെണ്ണെ എന്ന നാടൻ പാട്ട് കേട്ട് ഞാൻ തരിച്ചിരുന്നു പോയി എന്നും വൈപ്പന പറയാറുണ്ട്. 1964 റിലീസായ സിനിമയാണ് അന്ന. 62 വർഷമായി ഈ പാട്ട് മലയാളി കേൾക്കാൻ തുടങ്ങിയിട്ട്. യേശുദാസിനെ ആദ്യമായി കണ്ടതിനെപ്പറ്റിയും നല്ല ഓർമ്മയാണ് വൈപ്പനയ്ക്ക്. പൈകാപ്പള്ളിയിൽ യേശുദാസിൻ്റെ ഗാനമേളയുണ്ട് എന്നറിഞ്ഞ് ബസ്സിൽ
വൈപ്പന അവിടെ എത്തി. തൂവെള്ള പാൻസും ഷർട്ടും വെള്ള ബെൽറ്റും വെള്ള സ്ട്രാപ്പുള്ള വാച്ചും ധരിച്ച് വേദിയിൽ വന്ന ആ ചെറുപ്പക്കാരനെ കാണുന്നത് തന്നെ കൗതുകമായിരുന്നത്രേ. അന്ന് അദ്ദേഹത്തിന് താടി പോയിട്ട് മീശ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് വൈപ്പന പറയുന്നത്. യേശുദാസിൻ്റെ പ്രശസ്തമായ ഇടയ കന്യകയെ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ എന്ന മണവാട്ടിക്കായി വയലാർ എഴുതി ജി ദേവരാജൻ ഈണമിട്ട പാട്ട് പാടിക്കൊണ്ടാണ് ഗാനമേള തുടങ്ങിയതെന്നും വൈപ്പന ഓർക്കുന്നു. ഈ പാട്ട് ജനിച്ചിട്ടും 62 വർഷം പിന്നിടുന്നു. അക്കാലത്ത് യേശുദാസിനോടൊപ്പം ഡ്യുയറ്റ് പാടാൻ കൂട്ടിന് വന്നത് ഇളയ സഹോദരി ജയമ്മ ആയിരുന്നു എന്നും വൈപ്പന ഓർക്കുന്നു. അക്കാലത്ത് പള്ളികളിൽ യേശുദാസിൻ്റെ 2-3 ഗാനമേള നടത്താത്ത പള്ളികൾ കേരളത്തിൽ കുറവായിരുന്നു എന്നാണ് വൈപ്പന പറയുന്നത്. എറണാകുളം കലാഭവൻ്റെ നടത്തിപ്പുകാരൻ ആബേൽ അച്ഛനായിരുന്നു ഈ പ്രോഗ്രാമുകൾ യേശുദാസിനായി സംഘടിപ്പിച്ചിരുന്നത്. യേശുദാസ് കടന്നു വരുമ്പോൾ ഇവിടെ സിനിമയ്ക്ക് വേണ്ടി പിന്നണി പാടിയിരുന്നത് ഹിന്ദുക്കളായ കമുകറ പുരുഷോത്തമനും KP ഉദയഭാനുവും, മുസ്ലിങ്ങളായ കോഴിക്കോട് അബ്ദുൽ ഖാദറും മെഹബൂബും, തമിഴന്മാരായ AM രാജയും PB ശ്രീനിവാസനുമായിരുന്നു. അക്കാലത്ത് കർണാട്ടിക് സംഗീതം പഠിക്കുന്ന ക്രിസ്ത്യാനികൾ അപൂർവമായിരുന്നു. അതിൽ തന്നെ KS ജോർജ് അല്ലാതെ ക്രിസ്ത്യാനിയായ മറ്റൊരു ഗായകനില്ലായിരുന്നു. അദ്ദേഹമാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ. ഇതുകൊണ്ട് തന്നെ ക്രിസ്തീയ സഭ സുവർണ നാവുള്ള ഈ ഫോർട്ട് കൊച്ചിക്കാരനായ യുവാവിനെ ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിച്ചു, വളർത്തിക്കൊണ്ടുവന്നു. പിന്നീട് വന്ന ജോളി എബ്രഹാമും KG മാർക്കോസുമൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചല്ലോ. P ഭാസ്കരനും വയലാറും ONVയും അടക്കമുള്ള രചയിതാക്കളും ജി ദേവരാജൻ, ബാബുരാജ്, ദക്ഷിണാമൂർത്തി തുടങ്ങിയ സംഗീതകാരന്മാരും മലയാള സിനിമാ സംഗീത രംഗത്തെ തനി മലയാളമാക്കാൻ ശ്രമിച്ചപ്പോഴും പാടാൻ അക്ഷരശുദ്ധിയുള്ള ഗായകരുടെ അഭാവം നേടിച്ചു നിന്നു. പ്രത്യേകിച്ച് റൊമാൻറ്റിക് ഗാനങ്ങൾ പാടാൻ ആ കാലത്ത്, നവോത്ഥാന കാലത്ത് നല്ല ഗായകരില്ലായിരുന്നു. ഇപ്പോൾ കമുറയ്ക്കൊന്നും റൊമാൻറ്റിക് ഗാനം പാടാൻ പറ്റില്ല. അതിനാൽ തന്നെ സിനിമാ നഗരത്തിൽ ചെന്നുപറ്റിയ യേശുദാസ് എന്ന മാന്ത്രിക ശബ്ദത്തിന് ഉടമയായ ചെറുപ്പക്കാരനെ മലയാള സിനിമ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. അക്കാലത്ത് റൊമാൻറ്റിക് നായകനായ പ്രേം നസീറിനായി AM രാജ എന്ന തമിഴൻ ഗായകൻ തന്നെയാണ് പാടുന്നത്. അതൊരു നിർബന്ധമായിരുന്നു. അശരീരിയായ പാട്ടുകൾക്ക് PB ശ്രീനിവാസനും. പ്രേം നസീറിൻ്റെ പുഷ്കര കാലത്താണല്ലോ യേശുദാസിൻ്റെ വരവ്. തമിഴനായ AM രാജയേക്കാൾ അനുയോജ്യനായ പ്രേം നസീറിന് പറ്റിയ ശബ്ദം മലയാളിയായ യേശുദാസ് തന്നെ ആണെന്ന് എന്നുള്ളതിൽ ആർക്കും സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. സ്ക്രീനിൽ പാട്ടുകൾക്ക് നസീർ സാറ് ചുണ്ടനക്കുന്നതിൽ അസാമാന്യമായ പാടവം കാണിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം പാടുന്നു എന്നേ നമുക്ക് തോന്നുള്ളൂ. പാട്ട് പാടി വരുമ്പോൾ ഇത് അദ്ദേഹം തന്നെയല്ലേ പിന്നണി പാടുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന സാദൃശ്യം അതിശയിപ്പിക്കുന്നതായിരുന്നു. സത്യനോ മധുവിനോ ഉമ്മറിനോ പാടുന്നത് പോലെ ആയിരുന്നില്ല യേശുദാസ് പ്രേം നസീറിനായി പാടുന്നത്. ഇരുവരും കൂടി മലയാള സിനിമകളിലെ പാട്ട് രംഗങ്ങളെ അതിശയിപ്പിക്കും വിധം മനോഹരമായി മാറ്റി. സിനിമയിലെ പ്രേം നസീറിൻ്റെ വിജയക്കൊടിയുടെ കൂടെ ചേർന്ന് യേശുദാസും ഓരോ സിനിമയിലും പ്രേം നസീറിന് പാടാനായി 4-5 പാട്ടുകൾ പാടി ശ്രദ്ധേയനായി. ശരിക്കും പറഞ്ഞാൽ പ്രേം നസീറിനായി പാടാൻ ജനിച്ച യേശുദാസിൻ്റെ മാന്ത്രിക ശബ്ദം സത്യൻ, മധു തുടങ്ങിയ പിന്നീട് വന്നവർക്കായി അടിച്ചേൽപ്പിച്ചു എന്ന് തന്നെ പറയാം. MG ശ്രീകുമാറിൻ്റെ ശബ്ദമാണ് മോഹൻലാലിന് സൂട്ടബിളായിട്ടുള്ളത്. കഴിഞ്ഞ 40 വർഷം
മോഹൻലാൽ സിനിമകളിലെ നല്ല പാട്ടുകൾ അത്രയും പാടിയതെന്നാൽ ദാസേട്ടനായിരുന്നു. തമിഴർ യേശുദാസിനെ വിളിച്ചിരുന്നത് ജേശുദോസ് എന്നായിരുന്നു. ജേശുദോസ് പാടിയ പാട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു കാലം തമിഴിലുണ്ടായിരുന്നു. ബൊമ്മൈ എന്ന ചിത്രത്തിലാണ് യേശുദാസ് തമിഴിൽ ആദ്യമായി പാടിയത്. പ്രശസ്ത സംവിധായകൻ ശ്രീധറിൻ്റെ കാതലിക്ക നേരമില്ലേ എന്ന ചിത്രത്തിലൂടെ രംഗത്തെത്തിയ രവിചന്ദ്രന് വേണ്ടി യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ ഗാനം സൂപ്പർ ഹിറ്റായി. രവിചന്ദ്രനെ മലയാളികൾക്ക് അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ഷീലാമ്മയുടെ രണ്ടാമത്തെ ഭർത്താവ്. എൻ പറവൈ ഉന്തൻ പാർവൈ എന്ന ഗാനം ഹിറ്റ് ലിസ്റ്റിൽ ഇടം തേടി. ഈ കാതലിക്ക് നേരമില്ലയിലെ കമൽഹാസൻ്റെ ഗുരുനാഥനും മലയാളിയായ ഡാൻസർ തങ്കപ്പൻ തമിഴിൽ സംവിധാനം ചെയ്ത അന്നൈ വേളാങ്കണ്ണിയിലെ പി സുശീലയോടൊപ്പം പാടിയ പാട്ടും മേഘങ്ങളെ ഒരു ചൊൽ കേളിരോ എന്ന ഗാനവും രാമു കാര്യാട്ട് തമിഴിൽ സംവിധാനം ചെയ്യാനിരുന്ന കരിമ്പിൽ നടന്തായ് വഴി കാവേരി എന്ന ഗാനവും ഒക്കെ ഇപ്പോഴും തമിഴർ മറക്കാനിടയില്ല എന്നാണ് വൈപ്പന പറയുന്നത്. നമ്മുടെ മലയാളിയായ സുജാതയെ നായികയാക്കി കെ ബാലചന്ദർ സംവിധാനം ചെയ്ത അവൾ ഒരു തുടർക്കഥ എന്ന ചിത്രത്തിനായി കമൽഹാസൻ പാടി അഭിനയിച്ച ദൈവം തന്ന വീട് വീതി ഇருக்கு എന്ന ഗാനം യേശുദാസിൻ്റെ എന്നത്തെയും എവർഗ്രീൻ ഗാനമാണ്. നല്ല ഹിറ്റായ പാട്ടല്ലേ, ഇപ്പോഴും പ്രസക്തമാണ് ആ പാട്ട്. യേശുദാസിൻ്റെ ശബ്ദം എംജിആറിന് കൊടുത്താൽ യോജിക്കുമോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. ഇരുമൈക്കുറൽ എന്ന ചിത്രം ആ സംശയം അവസാനിപ്പിച്ചു. ഇരുമൈക്കുറലിൽ പി സുശീലയോടൊപ്പം പാടിയ വഴിയെ കഥയെഴുത് കണ്ണീരിലെഴുതാതെ എന്ന ഗാനം സൂപ്പർ ഹിറ്റായി. തുടർന്ന് പല എംജിആർ ചിത്രങ്ങളിലും യേശുദാസ് പാടി. ഇങ്ങനെ ദക്ഷിണേന്ത്യയിൽ പിന്നണി ഗാനരംഗത്ത് ആധിപത്യം സ്ഥാപിച്ച യേശുദാസ് തനിക്ക് ഏണി ചാരിത്തന്ന ആബേലച്ചനെയും നിലനിൽപ്പ് ഉണ്ടാക്കിക്കൊടുത്ത ക്രിസ്തീയ സഭകളെയും സൗകര്യപൂർവ്വം മറന്നു എന്ന മുറുമുറുപ്പുണ്ടായി അക്കാലത്ത്. പാടാൻ പള്ളികളില്ലെങ്കിലും മലയാളികൾ ഉള്ള ഇടങ്ങളിലെല്ലാം ഗാനമേള പരിപാടികൾ കിട്ടുമെന്ന നില വന്നു യേശുദാസിന്. 1972 ആദ്യമായി യേശുദാസ് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ അവാർഡ് നേടി അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിനായി വയലാർ എഴുതി ദേവരാജ മാഷ് സംഗീതം നൽകിയ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു എന്നുള്ള മനോഹരമായ പാട്ടാണല്ലോ. പിറ്റേ വർഷം 1973 ഗായത്രി എന്ന പി എൻ മേനോൻ്റെ ചിത്രത്തിലെ പത്മതീർത്ഥമേ ഉണരൂ എന്ന പാട്ടിലൂടെ പിറ്റേ വർഷവും മികച്ച ദേശീയ ഗായകൻ്റെ അവാർഡ് യേശുദാസ് നേടി. 1973 സക്കറിയ, പ്രശസ്ത എഴുത്തുകാരനായ കഥാകാരനായ സക്കറിയയുടെ തിരക്കഥയിൽ ജോൺ അബ്രഹാം ജോസഫ് ഒരു പുരോഹിതൻ എന്ന സിനിമ നിർമ്മിക്കാൻ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയി. പി എ ബക്കറായിരുന്നു നിർമ്മാതാവ്. അതിൻ്റെ സംഗീത സംവിധാനം ആദ്യമായി യേശുദാസിനെ ഏൽപ്പിച്ചു. ഏലി ഏലമ്മ സബത്താനി എന്ന വിചിത്രമായൊരു പാട്ട് റെക്കോർഡിംഗ് നടത്തി. പടം നടന്നില്ല. ഇവിടെ രസകരമായ ഒരു കാര്യം വൈപ്പന പറയുന്നുണ്ട്. ചെന്നൈയിലെ എഗ്മൂറിലെ ഒരു പള്ളിയിൽ യേശുദാസിൻ്റെ ഗാനമേള കേൾക്കാൻ വൈപ്പന പോയി. പറഞ്ഞിരുന്ന സമയം ഒരുപാട് വൈകിയായിരുന്നു യേശുദാസിൻ്റെ വരവ്. നിർമ്മാതാവിൻ്റെയോ സംഗീത സംവിധായകൻ്റെയോ നിയമമനുസരിച്ചല്ലാതെ അല്ലെങ്കിൽ സമയമനുസരിച്ചല്ലാതെ തൻ്റെ സൗകര്യമനുസരിച്ച് ദാസേട്ടൻ പാടുന്ന കാലമായി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഒരു പാട്ട് പാടാൻ അക്കാലത്ത് 400 രൂപ യേശുദാസ് വാങ്ങി തുടങ്ങിയ കാലം. ജയചന്ദ്രന് 300 രൂപയും ബ്രഹ്മാനന്ദന് 200 രൂപയും ശമ്പളം കിട്ടുന്ന കാലം. ഒരു ദിവസം തന്നെ ദാസേട്ടൻ 4ഉം 5ഉം പാട്ടുകൾ പാടുന്ന കാലമാണ്. പിന്നീട് ഒരേ നാൾ 8 പാട്ടുകൾ പാടിയിട്ട് 8ാമത്തെ പാട്ടിൻ്റെ ആലാപനത്തിന് സംസ്ഥാന അവാർഡ് നേടിയ കാലമുണ്ട് വേണമെങ്കിൽ പറയാൻ. ലേറ്റായി ഗാനമേളയ്ക്ക് വന്ന യേശുദാസ്
തൻ്റെ ഗാനമേളയിലെ ആദ്യ ഗാനം ഇടയകന്യകയെ പാടി. അടുത്തു പാടിയത് 1965 കാവ്യമേളയ്ക്കായി വയലാർ എഴുതി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ സ്വരരാഗരൂപിണി സരസ്വതി നിൻ സ്വർണസിംഹാസനം എവിടെ എന്ന മനോഹരമായ പാട്ടായിരുന്നു. നിത്യവസന്തം നർത്തനമാടും നിൻ തിരുസന്നിധിയിൽ വിശ്വസൗന്ദര്യം വീണമീട്ടുമീ വിളക്കുമാടപ്പടവിൽ എന്നൊക്കെയുള്ള വരികൾ ഒരു പാട്ടായി മാത്രം കാണാൻ പള്ളിയിൽ കൂടിയ ശ്രോതാക്കൾ തയ്യാറായില്ല. പള്ളിയിൽ ഈ പാട്ട് പാടിയാൽ കൂവാതിരിക്കുമോ? കേൾവിക്കാർ മത്സരിച്ച് കൂവി. ഇനി കൂവിയാൽ ഞാൻ പാടില്ല എന്നൊക്കെ യേശുദാസ് മുന്നറിയിപ്പ് നൽകിയിട്ടും ജനം കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലരായി കൂവി. കോല് നിർത്തിയതേയില്ല. വൈപ്പന മദ്രാസിലെത്തുന്ന കാലത്ത് യേശുദാസ് അഭിരാമപുരത്തെ 3-ാം നമ്പർ വീട്ടിലായിരുന്നു താമസം. 7317 എന്ന ഫോൺ നമ്പറാണ് യേശുദാസിൻ്റെ വീട്ടിലെ ഫോൺ നമ്പർ. 7317. ഒരു നാൾ വൈപ്പന ആ നമ്പറിലേക്ക് വിളിച്ചു. ഞാനയ്ക്ക് വേണ്ടി മദ്രാസിൽ വന്നതാണ്, താങ്കൾ വീട്ടിലുണ്ടാകുമോ എന്ന് വൈപ്പന യേശുദാസിനോട് തിരക്കി. ജെമിനി സ്റ്റുഡിയോയിൽ തെലുങ്ക് സിനിമയ്ക്കായി പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകാൻ ഇറങ്ങുകയാണ്, അങ്ങോട്ട് വന്നാൽ കാണാമെന്ന് യേശുദാസ് പറഞ്ഞു. അവിടെ ചെന്നു. സാക്ഷാൽ NT രാമറാവുവിനെ അവിടെ വച്ചാണ് വൈപ്പന ആദ്യമായി പരിചയപ്പെടുന്നത്. വൈപ്പന പറയുന്നത്, ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അക്കാലത്ത് യേശുദാസ് വിനയാന്വിതനായിരുന്നു എന്നാണ് വൈപ്പന പറയുന്നത്. ഒരുപാട് തിരക്കിൽ നിൽക്കുമ്പോഴും അദ്ദേഹം വിനയം കൈവിട്ട് കളിച്ചിരുന്നില്ല. ഉച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിലെത്തുമ്പോൾ ഭാര്യ പ്രഭ അവിടെ ഉണ്ട്. ഒരു മഹാൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും എന്ന ചൊല്ല് അന്വർത്ഥമാക്കിയ സ്ത്രീയാണ് പ്രഭ യേശുദാസ് എന്നാണ് വൈപ്പന അവരെക്കുറിച്ച് പറയുന്നത്. അത്ര സിമ്പിളായി പെരുമാറുന്ന ഐശ്വര്യം നിറഞ്ഞ മറ്റൊരു സ്ത്രീയെ സിനിമാ രംഗത്ത് കണ്ടുമുട്ടാനാവില്ല എന്നും വൈപ്പന തറപ്പിച്ച് പറയും. അന്ന് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല. ആ വീടിൻ്റെ സ്റ്റെയർകേസിന് താഴെ യേശുദേവനും ഗണപതിയും സരസ്വതിയും അടക്കം സകലമാന ദൈവങ്ങളെയും പൂജിക്കാനായി വച്ചിട്ടുണ്ടായിരുന്നു. ആ വീടിൻ്റെ മുന്നിൽ ഒരു ടെന്നീസ് കോർട്ടുണ്ടായിരുന്നു ഗാനഗന്ധർവന് കളിക്കാനായിട്ട്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. ടെന്നീസിനോടുള്ള കമ്പം കാരണം മൂത്ത മകനെ ടെന്നീസ് പഠിക്കാൻ അമേരിക്കയിൽ വിടുക പോലും ചെയ്തു യേശുദാസ്. ഇക്കാലത്താണ് ബാസു ചാറ്റർജിയുടെ ചിറ്റോർനായി രവീന്ദ്ര ജെയിൻ്റെ സംഗീതത്തിൽ യേശുദാസ് പാടുന്നത്. ആദ്യ ഗാനങ്ങൾ തന്നെ സൂപ്പർ ഹിറ്റുകളായി. അദ്ദേഹത്തിന് ആ വർഷം പത്മശ്രീയും ലഭിച്ചു. അങ്ങനെ ബോംബെയിലും തിരക്കുള്ള ഗായകനായി മാറി യേശുദാസ്. ആ കാലത്ത് ചെന്നൈ ബോംബെ റൂട്ടിൽ ഏറ്റവും കൂടുതൽ തവണ വിമാനസഞ്ചാരം നടത്തിയിരുന്ന വ്യക്തി എന്ന നിലയിൽ ഇന്ത്യൻ എയർലൈൻസിൻ്റെ സമ്മാനം ലഭിച്ചു യേശുദാസിന്. ഷട്ടിലടിക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ബോംബെ പാടും, തിരിച്ച് മദ്രാസിൽ വരും, ഇവിടെ പാടും, പിന്നെ വീണ്ടും ബോംബെക്ക് പോകും. അങ്ങനെ ഏറ്റവും കൂടുതൽ വിമാനയാത്ര ചെയ്തതിൻ്റെ അവാർഡ് ഇന്ത്യൻ എയർലൈൻസ് നൽകി. വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതിരുന്ന ഗായകൻ ആരോ ഉപദേശിച്ചിട്ട് ശബരിമല കയറി. യേശുദാസിൻ്റെ ശബരിമല യാത്ര വലിയ വാർത്താ പ്രാധാന്യം നേടി. പത്രങ്ങളെ അന്നുള്ളൂ, അതിലൊക്കെ ചിത്രങ്ങൾ സഹിതം വാർത്തകൾ നിരന്നു. പക്ഷേ മാധവിക്കുട്ടി, നമ്മുടെ പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടി, മതം മാറിയപ്പോഴുണ്ടായ വാർത്താ കോലാഹലമൊന്നും ഈ ശബരിമല യാത്ര ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ മുതൽ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ക്ലീൻ ഷേവിൽ നിന്നും താടി വളർത്തൽ ആരംഭിച്ചു എന്നാണ് വൈപ്പന പറയുന്നത്. പിന്നാലെ ശബ്ദം നന്നാവാനായി മൂകാംബിയിലേക്കും പോയി തുടങ്ങി. ഗുരുവായൂരിൽ മാത്രം അഹിന്ദു എന്ന ചാപ്പകുത്തി അകറ്റി നിർത്തി ഗാനഗന്ധർവനെ. അതിന്നും തുടരുന്നു. വൈപ്പന പറയുന്നത്, കേരളത്തിൽ ഇത്രയും അമ്പലങ്ങൾ ഉണ്ട് എന്ന ഞാൻ അറിഞ്ഞത് യേശുദാസിൻ്റെ ഭക്തി ഗാനങ്ങളിലൂടെയാണ് എന്നാണ് വൈപ്പന പറയുന്നത്.
ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യമേറിയതിലും യേശുദാസിൻ്റെ പാട്ടുകൾക്ക് പങ്കുണ്ട് എന്നും വൈപ്പന പറയുന്നു. ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങൾ യേശുദാസ് പാടിയവ ചൂടപ്പം പോലെ വിറ്റുപോയ കാലമുണ്ടായിരുന്നു. ഇപ്പം പിന്നെ വിലയ്ക്ക് വാങ്ങണ്ടല്ലോ, എല്ലാം മോഷ്ടിക്കാമല്ലോ. വൈപ്പനായ യേശുദാസിനെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. രസകരമായ അവർ തമ്മിൽ ഉടക്കിയ കഥയടക്കം ഒരുപാടുണ്ട്. ഇത് തന്നെ ഒരുപാട് നീണ്ടുപോയതുകൊണ്ട് ഈ ഭക്തിഗാന കാസറ്റിൻ്റെ പറ്റി പറഞ്ഞ ഇവിടം കൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഒരിക്കൽ മധുവൈപ്പനെയും യേശുദാസുമായിട്ടുള്ള ഹൃദയബന്ധവും അവർ തമ്മിലുള്ള ഉടക്കും കേസും വഴക്കും എല്ലാം ഇനി ഒരിക്കൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.